ഇവിടെ കോളേജിനെ കുറിച്ച് പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ എയ്ഡഡ് കോളേജസ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ പേര് സായിഗ്രാമാണ്. അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന സമയത്ത് ബന്ധപ്പെട്ടവരൊരു പോരായ്മ ചൂണ്ടിക്കാണിച്ചു. അപേക്ഷയില്ലാതെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അത് വേറൊരു ഘടകമാണ്. അവരർഹിക്കുന്നുണ്ടോ ഇല്ലയോ? അവർ പറഞ്ഞു അർഹിക്കുന്നതാണ്, 100% അർഹിക്കുന്നതാണ്. എന്നാൽ അവരുടെ പേര് ആദ്യമായിട്ട് എഴുതാൻ പറഞ്ഞു. കോളേജ് അനുവദിക്കാനെടുത്ത തീരുമാനം അങ്ങനെയാണ്. അതിന്ന് ഏറ്റവും നല്ല നിലയിൽ ആ കോളേജ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊണ്ടുവരാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ദുഃഖം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദുഃഖമാണ്. അതിന് പരിഹാരമുണ്ടാക്കാൻ സഹകരിക്കാവുന്ന എല്ലാവരെയും സഹകരിപ്പിച്ചപ്പോൾ അതിനെയും മുൻപന്തിയിലേക്ക് സായിഗ്രാം വന്നത്, അത് കേരളത്തിലെ ഏത് ധന്യമായ പരിപാടികളിലും സായിഗ്രാമിൻ്റെ പങ്കാളിത്തം, ശ്രീ അനന്തകുമാറിൻ്റെ പങ്കാളിത്തം ഉണ്ടാകും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം.